നമസ്കാരം. ഓട്ടോ ഫോക്കസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ വരാൻ പോവുകയാണ്. അപ്പോൾ നാളെ ഫലം വരുന്നതിന് മുന്നോടിയായി മിനിഞ്ഞാന്ന് നമുക്കറിയാവുന്ന പോലെ എക്സിറ്റ് പോൾ പുറത്തു വന്നു. എക്സിറ്റ് പോൾ പുറത്തു വന്നപ്പോൾ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് വലിയ പടുകൂറ്റൻ ഭൂരിപക്ഷം പ്രവചിക്കുകയാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ ആ പ്രവചനത്തിൻ്റെ ആവേശം BJP ഇപ്പോൾ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കം ചില എക്സിറ്റ് പോളിലാണ് മറിച്ച് പ്രവചിച്ചത്. ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല, ഇത് മോദി പോളാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മറിച്ചാണ് സംഭവിക്കുക. ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം നേടിയ അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ പ്രതികരണം. അപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് സമീപ ചരിത്രത്തിൽ തെറ്റിപ്പോയ എക്സിറ്റ് പോളുകളുടെ കഥ ആളുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എക്സിറ്റ് പോളിൽ ശാസ്ത്രീയമായി തന്നെ എന്തുമാത്രം ശരിയാണെന്ന ചോദ്യമുണ്ട്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയും തീക്ഷ്ണമായ ജീവിത പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ നിരീക്ഷകരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ ഇന്ത്യ സഖ്യം അതിൻ്റെ ഒരു കരുത്ത് കാണിക്കുമെന്ന് പ്രവചിച്ച അല്ലെങ്കിൽ നിരീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ തോറ്റുപോകുമോ അവരെന്ന അത്ഭുതവും എല്ലാവരും പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളിൻ്റെ കഥ എന്താകുന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. സാറിന് എന്താണ് തോന്നുന്നത്? ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും മോദിക്ക് ഒരു തേർഡ് ടേം പ്രവചിക്കുകയാണ്. മറിച്ച് സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ മൊമെൻറ്റിലും ഈ രാജ്യത്തുണ്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് മൊത്തത്തിൽ അതിനെ വായിക്കാൻ പറ്റുക? എനിക്കൊന്ന് DB ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലാണ്, യൂട്യൂബിലാണ്. അവർ ദേശബന്ധുവിൻ്റെ ഒരു യൂട്യൂബ് വെർഷനാണ്. അവരാണ് 295 ഏകദേശം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം മുന്നോട്ട് വെച്ച കണക്കുകൾ പ്രകാരം ഇന്ത്യ സഖ്യം തന്നെ അവകാശപ്പെട്ടതുപോലുള്ളൊരു എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിരിക്കുന്നത് അവർ മാത്രമാണ്. അതല്ലാതെ മറ്റു പല ഗ്രൂപ്പുകളും ചെയ്തിട്ടുണ്ട് അവരുടെ സ്വന്തം നിലയ്ക്കുള്ള സർവേകൾ. അത് എക്സിറ്റ് പോളുകളെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകൾ തീർത്തും തള്ളിക്കളയേണ്ടവയല്ല. അതൊന്നും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതൊരു ശാസ്ത്രവുമാണ്. ഇപ്പോൾ പ്രണയ് റോയിയെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ടല്ലോ, വേർഡിക്റ്റ് ഡീകോഡിങ് ഇന്ത്യൻ ഇലക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ സമഗ്രമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും അതിനകത്ത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ കൃത്യമായ കണക്ക് പ്രവചിക്കുക എന്നതിൽ ഉപരി ഹൂ ഈസ് ദ വിന്നർ, ഹൂ ടേൺസ് ഔട്ട് ടു ബി ദ വിന്നർ എന്നുള്ള ഒരു മൂഡ് എന്താണ് എന്നുള്ളതാണ്. അല്ല, വിന്നറെ പറയാൻ കഴിയുക എന്നുള്ളതാണ്. അതിപ്പോൾ അക്രോസ് ദി ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ നോക്കിക്കഴിഞ്ഞാലും വിന്നർ NDA ആണ് എന്ന സൂചന തന്നെയാണ് നമുക്ക് അത്രയും പോളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അല്ലാത്തതും ഉണ്ട് എന്നിരിക്കലും. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്ന ഒരു സംഗതി. അതിൽ ഉപരിയായിട്ട് ഈ പൊളിറ്റിക്കൽ റിയാലിറ്റിയുടെ ഒരു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളമാണ്. ഇപ്പോൾ ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രവർത്തിച്ചു, എത്ര കണ്ട് അത് ആഴത്തിൽ അതിന് ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തമായൊരു ചിത്രം ഒരുപക്ഷെ കിട്ടണമെന്നില്ല എക്സിറ്റ് പോളുകൾക്ക്. അതിലും ഉപരിയായിട്ട് പ്രീപോൾ സർവേകൾക്ക് ചിലപ്പോൾ സാധിച്ചു വന്നിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാമാന്യമായി അംഗീകരിക്കപ്പെട്ട രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ അതിലുമൊക്കെ കടന്നു പോയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഗോദി മീഡിയ ചാനലുകളും ഏകദേശം എല്ലാവരും തന്നെ അതിനെ കൊണ്ടുചെന്ന് പ്രതിഷ്ഠിക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് സമ്പൂർണ്ണമായി ശരിയാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയിലാണ്. ഓരോരുത്തരും അവരുടെ വാചകങ്ങളിൽ ഉൾപ്പെടെ പറയുന്നത് ഇന്ത്യ മുന്നണി തകർന്നു കഴിഞ്ഞു എന്ന നിലയിലുള്ള സംഗതികളാണ്. അത് വേറൊരു തരം ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് എക്സിറ്റ് പോളുകളുടെ തന്നെ ഈ രീതിശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതല്ല. അവരാരും തന്നെ അവരുടെ സാമ്പിൾ സൈസോ അവരുടെ മെത്തഡോളജിയോ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് അല്ലേ, ഇന്ത്യ ടുഡേ മൈ ആക്സിസ് മാത്രമാണ് അത് തുറന്നു പറഞ്ഞിട്ടുള്ളത്. ആക്സസ് മൈ ഇന്ത്യ എന്നാണ് അവരുടെ ശരിയായ പേര്. അപ്പോൾ അവർ മാത്രമാണ് അവർ എത്ര ആളുകളെ കണ്ടു, എത്ര ബൂത്തുകളിൽ പോയി എന്നുള്ള കൃത്യം വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാൽ അതിനെ തന്നെ ആ മെത്തഡോളജിയെ തന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെ പരിശോധിച്ചുകൊണ്ടുള്ള ചില വീഡിയോകൾ പിന്നീട് വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് കർണാടകത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി തന്നെ റിസൾട്ട് പ്രവചിച്ച ഒരു ഗ്രൂപ്പാണ് ഈ EDINA.com എന്ന് പറയുന്നത്. അവരൊരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പാണ്. അവർ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ അവരെ കൊണ്ടൊക്കെയാണ് സർവേ നടത്തിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ വോളണ്ടിയേഴ്സിനെ കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ അവർ നടത്തിയ സർവേ പ്രകാരം അവർക്ക് കിട്ടുന്ന കൃത്യമായ ചില ധാരണകളുണ്ട്. അതായത് ഇപ്പോൾ
അത് പലതിനെ അടിസ്ഥാനമാക്കിയിട്ട്, ഡെമോഗ്രഫിയെ അടിസ്ഥാനമാക്കിയിട്ട്, കാസ്റ്റ്, പിന്നെ റിലീജിയസ് ബാലൻസസ്, പിന്നെ ജെൻഡർ, പിന്നെ സംഗതികൾ, അങ്ങനെയുള്ള സംഗതികൾ വെച്ച് നോക്കിയിട്ട് അവർ കണ്ടെത്തുന്ന ഒരു സംഗതി, ഒരു കണക്കാണ് അവരുടെ പിന്നെ ഔട്ട്കമായിട്ട് അവർ പറയുന്നത്. ഈ ടീം കഴിഞ്ഞ ദിവസം ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് ശേഷം, പ്രത്യേകിച്ച് കർണാടകത്തിൽ നല്ല ഭൂരിപക്ഷം NDA നേടുമെന്ന് എന്ന പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി അവർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മെത്തഡോളജി അറിയില്ല, നമുക്ക് പലരുടെയും അറിയില്ല, അവരുടെ സാമ്പിൾ സൈസും അറിയില്ല. എന്നാൽ അറിഞ്ഞിടത്തോളം ഇപ്പോൾ പിന്നെ ഇന്ത്യ ആക്സസിൻ്റെ പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന മെത്തഡോളജി തന്നെ പൂർണ്ണമായും ഫാൾട്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, അതിനകത്ത് സ്ത്രീ വോട്ടർമാരെയും പുരുഷ വോട്ടർമാരുടെയും എണ്ണത്തിൽ വന്നിട്ടുള്ള അനുപാതത്തിലെ പ്രശ്നം, കാരണം വെച്ചാൽ അവിടെ ഓൾറെഡി ഉള്ള സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിന് തുല്യമായിട്ടുള്ള അനുപാതമല്ല അതിനകത്ത് വന്നിട്ടുള്ളത്. മറ്റ് ചില കാസ്റ്റ് വിഭാഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതിന് തുല്യമായ, നിലവിലുള്ള അനുപാതത്തിന് തുല്യമായ റേഷ്യോയിലല്ല ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് അവരിതിനെ ചോദ്യം ചെയ്യുന്നത്. അതേസമയം ഈ ഏജൻസികൾ നടത്തുന്ന സർവേകളിൽ അത് മുഴുവൻ പാലിച്ചുകൊണ്ടുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് അവർ പോകുന്നത്. അവർ കൃത്യമായി പറയുന്നത്, ഒരു കാരണവശാലും കർണാടകയിൽ NDAക്ക് ഇത്രയും സീറ്റ് കിട്ടാൻ പോകുന്നില്ല. 2% വ്യത്യാസം ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ അവിടെ ഉണ്ട്. അത് 2%. അത് ഇന്ത്യയാണ് മുന്നിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് മുന്നിൽ, BJP അല്ല. BJPയേക്കാൾ 2% മുന്നിലാണ്. അതിനനുസരിച്ചുള്ള സീറ്റുകളായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നതാണ് അവരിപ്പോഴും തറപ്പിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സിറ്റ് പോളുകളുടെ പിന്നെ ശാസ്ത്രീയ വശം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ റിയാലിറ്റി മനസ്സിലാക്കുന്നതിനകത്ത് ഇവർക്ക് പ്രയാസങ്ങൾ നേരിടുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു 5, 6, 7 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്നുണ്ട് ചില എക്സിറ്റ് പോളുകൾ കോൺഗ്രസ്സിന്. അത് ശരിയാണ്. കാരണം അവിടെ സന്ദർശിച്ച് കാര്യങ്ങൾ പഠിച്ച ആളുകളും അത് തന്നെയാണ് യോഗേന്ദ്രയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. പക്ഷേ അവിടെ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമുണ്ട്, ഒരു പിന്നെ NDAക്ക് എതിരായിട്ടുള്ള ഒരു തീവ്രത എത്രത്തോളം മെഷർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ 8 എന്നുള്ളത് ചിലപ്പോൾ 15 ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് അതുണ്ട് എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ. UPയിലും ചെറിയ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന മാത്രമേ അവർക്ക് നൽകാൻ കഴിയുന്നുള്ളൂ. ഞാൻ പറയുന്നത് അതൊരു പക്ഷേ അതിൻ്റെ ഒരു എത്ര ആഴത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് ഈ ഫിഗേഴ്സിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, പിന്നെ 278 മുതൽ 330 വരെ പ്രവചിക്കുന്ന ഏജൻസികളുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? 278 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നാണ്. കാരണം അലയൻസും കൂടി ചേർത്തിട്ടാണല്ലോ 278 BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നത് മുതൽ 330 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഒരുപക്ഷെ 303 കവിഞ്ഞ എണ്ണം ഉണ്ടായേക്കാം. അത്ര വരെ ഒന്നും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിലും പറയാവുന്ന ഒരു കണക്കല്ലേ. 200 പിന്നെ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് വിശ്വസിക്കുന്ന എന്നെപ്പോലൊരാൾ തൊട്ട് BJP നല്ല വിജയം നേടുമെന്ന് കരുതുന്ന വേറൊരാൾക്ക് വരെ ഒന്നിച്ച് നിന്നിട്ട് പറയാവുന്ന. അപ്പോൾ അതും കാണണം നമ്മൾ. ദിസ് ഈസ് ഓൾസോ എ റിയാലിറ്റി. ഈ 278, അതുപോലെ തന്നെ വേറൊരു ഏജൻസി 281 എന്ന് പറയുന്നുണ്ട്. ഇതും ഒരു റിയാലിറ്റിയാണ്. അപ്പുറത്തുള്ളതും ഒരു റിയാലിറ്റിയുടെ മറ്റൊരു വശമാണ്. ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്താ തോന്നുന്നത്, ഇതിനൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ടോ? അല്ല, ബേസിക്കലി നോക്കൂ നിഷാദ്, ഇത് അടിസ്ഥാനപരമായി എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സാമ്പിൾസ് എടുത്തിട്ട് നടത്തുന്ന ഒരു പോളാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ശക്തിയും ദൗർബല്യവും ഉണ്ടാവും. അപ്പോൾ എക്സിറ്റ് പോളുകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമായതുപോലെ തന്നെ തെറ്റായതിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2004 ഇലക്ഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, BJPയുടെ വാജ്പേയി ഗവൺമെൻറ് അത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്യാമ്പയിൻ വരുന്നു. പ്രമോദ് മഹാജൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നീ കാണുന്ന തരത്തിലുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ഷനിയറിംഗ് തുടങ്ങുന്നത് അന്നാണ്. എന്ന് മാത്രമല്ല, കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ഷൻ കാലത്ത്. ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് നടന്ന കൗണ്ടിങ്ങിന് മുന്നോടിയായിട്ട് നടന്ന എക്സിറ്റ് പോൾ, അന്നത്തെ എല്ലാ ഏജൻസികളും ഇന്നേതോ DB ലൈവും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഒരു DB ലൈവും ഇല്ല. സർവമാന ഏജൻസികളും ആർക്കാണ് വിജയം പ്രവചിച്ചത്? വാജ്പേയി തുടരുമെന്നാണ് പ്രവചിച്ചത്. പക്ഷേ നമ്മൾ കാണുന്നു മറ്റൊരു സ്വപ്നം സങ്കല്പിക്കാത്ത പുതിയൊരു ഡിസ്പെൻസേഷനാണ്, പുതിയൊരു പൊളിറ്റിക്കൽ ഫോർമേഷനാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നുള്ള എല്ലാ ഘടകങ്ങളും അന്നുണ്ടായിരുന്നു. ഏത് ഈ പറയുന്ന BJPയുടെ ഭരണത്തെക്കുറിച്ചുണ്ടാക്കിയ വലിയ ഹൈപ്പ്, മാധ്യമങ്ങളുടെ വലിയ പിന്തുണ,
പിന്നെ കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിൽ ചേരുന്ന പ്രവണത, പിന്നെ ഈ പറയുന്ന അവരുടെ വളരെ ശാസ്ത്രീയമായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിരുന്നു ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതൊക്കെ നടന്നു. പിന്നെ എക്സിറ്റ് പോൾ വരുന്നത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളും മാറും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിന് രണ്ട് സാധ്യതയും ഒരുപോലെയുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതെന്താണ്, ക്യൂരിയോസിറ്റിയുടെ വിൽപ്പനയല്ലേ നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ നാളെ രാവിലെ മുതൽ നിഷാദ് ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണല്ലോ. പക്ഷെ നമ്മളിതെന്തിനാണ് ഒരു ഡിസ്കഷൻ ടോപ്പിക്കായി എടുക്കുന്നത്? ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നേ. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആളുകൾ കൺസ്യൂം ചെയ്യും, ആളുകൾ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ എക്സിറ്റ് ഇതിൽ വേറെ കുറേ തമാശകളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ എക്സിറ്റ് പോളിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പ്രവചിക്കപ്പെട്ട സീറ്റുകൾ, ഇപ്പോൾ ബീഹാറിൽ LJP ലോക് ജനശക്തി പാർട്ടിക്ക് പ്രവചിച്ച സീറ്റുകൾ ആ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളേക്കാൾ കൂടുതലാണ്. 5 മത്സരിക്കുന്നു 6 സീറ്റ് കിട്ടും. ജാർഖണ്ഡിൽ CPI-ML അവരൊരു സീറ്റിൽ മത്സരിക്കുന്നു, 2 or 3 സീറ്റാണ് ഒരു ഏജൻസി അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള തമാശകൾ അതിനകത്തുണ്ട്. നമ്മളെ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് എത്ര 32% വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തമാശകൾ അതിനകത്തുണ്ട്. എൻ്റെ പോയിൻ്റ് ഇതല്ല. ഇത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി കുവൈറ്റിലായിരുന്നു. അവിടെ എവിടെ പോയാലും ആളുകൾക്ക് ചോദിക്കാനുള്ള ഇതാണ്, എന്താണ്. ഞാൻ ഒരു മനുഷ്യൻ, നിങ്ങളോട് പണിയെടുക്കാൻ വന്നവരാണ്, പൈസ ഉണ്ടാക്കാൻ വന്നവരാണ്, പള്ളറച്ച് പൈസ ഉണ്ടാക്കുക. ഇതിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെ ആകുലരാകുന്നത്? ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ നമ്മൾ ആഫീസ് പൂട്ടാൻ പോവുകയാണ്. അതിന് രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ നമ്മൾ വിമോചിക്കപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു ബൈനറിയിൽ നിന്ന് കൊണ്ടിട്ടുള്ള ഒരു സംഗതി അങ്ങനെ നമ്മളിതിനെ കാണുകയോ വേണ്ട. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും, എൻ്റെ വിഷയം അതാണ്, ഈ ഇലക്ഷൻ്റെ ഫലം എന്ത് തന്നെയായാലും, അത് ഇന്ത്യ മുന്നണി ജയിക്കുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും നരേന്ദ്രമോദി ജയിക്കുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ, ക്വാളിറ്റിയിൽ, അതിൽ വലിയ തരത്തിലുള്ള രാജ്യത്തിൻ്റെ ക്വാളിറ്റിയിൽ വലിയ ഇറോഷൻ സംഭവിക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അതിലേറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നേരത്തെ തുടങ്ങിക്കഴിഞ്ഞതാണ്, നമ്മുടെ ഈ ഫെഡറൽ പോളിറ്റി എന്ന് പറയുന്ന അവസ്ഥ സമ്പൂർണ്ണമായി ഇല്ലാതാവുക എന്നുള്ളതാണ്. സകല മുഖ്യമന്ത്രിമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും, ഞാൻ സ്ഥിരം പറയുന്നൊരു പോയിൻ്റാണത്, ആ സകല മുഖ്യമന്ത്രിമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരാകാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ രാജ്യം നടക്കുകയാണ്. ഈ പറയുന്ന ഏകാത്മക ദേശീയത, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്കുലൈൻ പവർ രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകും. ഒറ്റ സ്ഥാനാർത്ഥിയായില്ലേ പലയിടത്തും. ഒരു തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥി എന്ന അവസ്ഥയിലൊക്കെ വന്നില്ലേ. അപ്പോൾ പക്ഷെ അത് സംഭവിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഉപദേശികളുടെ ഒരു സംഘാതം, ഒരു കോൺഫെഡറേഷൻ കൂടെയാണ്. അതുകൂടെ മനസ്സിലാക്കണം. അവരത്ര എളുപ്പം കീഴടങ്ങില്ല നിഷാദെ. അപ്പം അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസും അതിശക്തമായിട്ട് വരും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് രാജ്യം കടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ കുറേ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് അധികാരത്തിൽ വരുന്നത് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഇവർ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്താണ് 2004 UP അധികാരത്തിൽ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? രാജ്യത്തെ സർവ്വ നഗരങ്ങളിലും തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്തത്. UPA 1-ലും UPA 2-ലും. ഈ സ്ഫോടനങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴാണ്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ ഈ സ്ഫോടന പരമ്പരകൾ അവസാനിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സാധ്യത എവിടെയുണ്ട്. അതുകൊണ്ട് രണ്ട് തന്നെയാണെങ്കിലും ഗുണപരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഉള്ളത് രാജ്യചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അവിശ്വാസം ഇത്രമേൽ ഗാഠമാവുകയും ജനകീയമാവുകയും ചെയ്തൊരു സന്ദർഭം ഉണ്ടായിട്ട്, ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ തുടരുന്നതെന്ന് വിചാരിക്കുക. അത് നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളുള്ള രാജ്യമെന്നുള്ളതാണ്. ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു ട്രസ്റ്റ്, അത് ഇത്രമേൽ ഇല്ലാതായ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫയർ എലക്ഷൻ എന്നുള്ള ഒരു പദവിയിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. ആ ഒരു പ്രശ്നം രാജ്യത്തിനുമേൽ ഇനിയുള്ള കാലം ആര് ജയിച്ചാലും ആര് തോറ്റാലും നിലനിൽക്കുന്ന ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ 1947 മുതൽ നമ്മൾ കാത്തുപോകുന്ന ഒരു പാരമ്പര്യം,
അതിന് ആഘാതം ഉണ്ടാക്കി, അതിൽ വലിയൊരു അബറേഷൻ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അത് തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും രാജ്യത്തിൻ്റെ ഭാവിയിൽ പല നിലക്കുള്ള നിഴൽ വീഴ്ത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇനി ഈ രാത്രിയോട് മാത്രമേ നമുക്ക് കാത്തിരിക്കാനുള്ളൂ. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അതിന് പലതരത്തിലുള്ള എന്താ പറയുക ആലോചനകൾ കൂടി സാധ്യതയുണ്ടെന്നാണ് ഇവിടെ നമ്മളിപ്പോൾ അഭിപ്രായപ്പെടുന്നത്.